അതായത് ഇപ്പോഴത്തെ വയനാട്ടുകാരുടെ പരാതി അവരുടെ എംപിയെ നേരെ അങ്ങോട്ട് കാണാൻ കിട്ടുന്നില്ല എന്നാണ്. ശ്രീമതി ആനി രാജ ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്, ദേശീയ നേതാവാണ്. വയനാട്ടിൽ എംപി ആയാൽ വയനാട്ടുകാർക്ക് എംപിയെ പൂർണ്ണസമയം അവൈലബിൾ ആയി കിട്ടുമോ? അങ്ങനെ ഒരു ഉറപ്പ് വയനാടിന് കൊടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും എൻ്റെ പാർട്ടി കഴിഞ്ഞ 10-45 വർഷമായി എനിക്ക് സംഘടനാ പ്രവർത്തനമാണ് എനിക്ക് തന്നിട്ടുള്ള ചുമതല. ആ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും ലീവ് എടുത്തുകൊണ്ട് ഈ പുതിയൊരു ചുമതലയിലേക്ക് വരണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ ചുമതലയിൽ നിന്നും താൽക്കാലികമായി ലീവ് എടുത്ത് പുതിയ ആൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് പാർട്ടി തന്ന ഇത് പാർട്ടിയുടെ മറ്റൊരു ഒരു പ്രവർത്തനമാണിത്. എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്തം എനിക്ക് നൽകിയിരിക്കുമ്പോൾ ഇടതുപക്ഷവും ആ ഒരു വളരെ കൃത്യമായും ഇടതുപക്ഷം നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളോടൊപ്പം ഉണ്ടാവേണ്ട, അത് ജനങ്ങളുടെ അവകാശമല്ല, ഒരു ജനപ്രതിനിധിയുടെയും ഔദാര്യമല്ല ജനത്തിനോടൊപ്പം ഉണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ വഴി ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടൊന്നും മാത്രമല്ല, ഈ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഇവിടെയൊക്കെ ചിലർ കുപ്രചരണം നടത്തുന്ന പോലെ ഗുജറാത്തിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ വന്ന ആളല്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളാണ്. ഈ മണ്ഡലത്തിന്റെ, ഈ ജില്ലയുടെ മണ്ണിൽ, മണ്ഡലത്തിന്റേതല്ല, ഈ മണ്ഡലത്തിന്റെ മണ്ണിലും ജില്ലയുടെ മണ്ണിലുമൊക്കെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഒരുപാട് നടത്തിയ ആളാണ്. അന്ന് ആനി തോമസ് ആയിരുന്നു, ഇന്ന് ആനി രാജ എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളോടൊപ്പം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അത് എന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങൾ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്തമാണ്. നേതാവിനെ കൂടുതൽ അടുത്തറിയാൻ ഇവിടെ തന്നെ